ഹായ്, ദിലീഷ് അഗ്രി ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് ചെട്ടിപ്പള്ളിയിലെ സായി ഗീത എന്ന് പറഞ്ഞ വീട്ടിലാണ്. അപ്പോൾ അവിടെ ഞങ്ങളൊരു മാവ് ബെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ മാവൊക്കെ എല്ലാവർക്കും നിഷ്പ്രയാസം ബെഡ് ചെയ്യാൻ പറ്റുന്ന കേസുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഗോപാഷോട്ട് അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് 2 വാക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ സായനം എടുക്കണം. ഇതാണ് സായനം എടുക്കുക. എന്നിട്ട് നമ്മളിത് ഒരു ആപ്പ് പോലെ ചെത്തിയെടുക്കുക. എന്നിട്ട് അതിന് സെയിം ആയിട്ടുള്ള ഒരു റൂം ഷോക്ക് എടുത്തിട്ട് അതിൻ്റെ നടുപ്പ് വളർന്നിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഗ്യാപ്പൊന്നും ഇല്ലാതെ രീതിയിൽ കെട്ടുക. 2 ഭാഗം ചെത്തണം അല്ലേ? 2 ഭാഗം ആപ്പ് പോലെ ചെത്തിയിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇതിന് ആ റൂട്ട് സ്റ്റോക്കിൻ്റെ സെൻറ്റർ കറക്റ്റ് കട്ട് ചെയ്യുക. സെൻറ്റർ കട്ട് ചെയ്യുക, സൈഡും കട്ട് ചെയ്യുക അല്ലേ? ആ പൂളിന് കണക്കായിട്ട് കട്ട് ചെയ്യുക. അതേ കറക്റ്റ് കട്ട് ചെയ്തിട്ട് ഒരു ഭാഗം അതിൻ്റെ 2 ഭാഗത്തിൻ്റെ ഈ തോല് 2ഉം കറക്റ്റായിട്ട് വെക്കുക. പിന്നെ അത് കെട്ടലാട്ടോ പ്രധാനം. അത് നല്ല ലെവലിൽ നല്ല മുറുക്കിയിട്ട് കെട്ടണം. ഒരു കൊമ്പുമ്പോൾ നമ്മൾ 2 എണ്ണമാണ് നമ്മൾ ഇതാക്കിയിട്ടുള്ളത് കേട്ടോ. 2 നല്ല 1.5 കിലോ ഉള്ളൊരു മാവിൻ്റെ മാങ്ങയാണ്. ഒരു മാങ്ങ 1.5 കിലോനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റ് ഫ്ലേവറാണ്, നല്ല ടേസ്റ്റുള്ള മാങ്ങ. അപ്പോൾ ആ മാവ് ഒരു മുറുക്കിനേനെ കൊണ്ടാണ് ഈ മാവ് ഞങ്ങളിവിടെ ഒട്ടിക്കുന്നത്. നമ്മളെ സിപ്പപ്പിൻ്റെ കവറാണ്. അത് നനച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അല്ല, ഇതിൽ വെള്ളത്തിൻ്റെ ചെറിയ കണികൾ ഇങ്ങനെ നിൽക്കണേ. അപ്പം വെച്ചാൽ ഇതിന് വളരാനുള്ള ഹ്യൂമിഡിറ്റി അതിലുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്. എത്ര ദിവസം നമ്മൾ നനച്ചേക്കണം? ഇത് 10 ദിവസം കൊണ്ട് തന്നെ തുമ്പ് വരില്ല. എന്നതിന് ശേഷം തുമ്പ് വന്നതിന് ശേഷം ഈ പ്ലാസ്റ്റിക് കവർ എടുത്ത് കളയും കൊടുക്കല്ലേ? അതേമാതിരി ഇവരിത് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ വന്ന് ഒട്ടിച്ച് തരും. നമ്മൾ എടുത്തുള്ള ഭാഗത്തേക്ക് തന്നെ ഒട്ടിച്ച് തരും. ഞങ്ങളിപ്പോൾ വേറെ സ്ഥലത്ത് ഒട്ടിക്കാൻ വന്നതാണ്. നല്ല ഉത്തരവാദിത്തോട് ചെയ്തു തരുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഈ പോസ്റ്റ് കണ്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത് പുതിയ ആളുകളിലേക്ക്